365 ദിവസങ്ങളിൽ ദൈവം നമ്മെ പഠിപ്പിച്ചു. സാധ്യതകളൊന്നുമില്ലെങ്കിലും, ഒരു സാധ്യതകളില്ലെങ്കിലും, ഒരനുഭവങ്ങളും തുറന്നു വരാനില്ലെങ്കിലും ദൈവം നമ്മെ പഠിപ്പിച്ചു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ കഴിയുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. സാധ്യതകളൊന്നുമില്ലെങ്കിലും ദൈവത്തിന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. 2020 ദൈവം അത് തെളിയിച്ചു തന്നെങ്കിൽ 2020 കട്ടി കൂടിയ പ്രശ്നങ്ങൾ തലപൊക്കിയാലും, ഏതെല്ലാം പ്രയാസഹേതുവായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ ഞാൻ നിങ്ങൾ കടന്നുപോയാലും അതിൻ്റെ എല്ലാം നടുവിൽ നമ്മെ ജയോത്സവമായി നടത്തുവാൻ ഈ ദൈവം സർവശക്തനായ ദൈവമാണ്. അത് വിശ്വസിക്കുന്നവർ, എന്നെ കേട്ടുകൊണ്ട് ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ നന്നായി കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കട്ടെ. കാര്യം അത്ര ശ്രേഷ്ഠകരമായി പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുകയും നടത്തുകയും ചെയ്യുന്ന ദൈവ സ്നേഹത്തിന് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. കൊരിന്ത്യർക്ക് പൗലോസ്ലീഹ എഴുതിയ 2-ാം ലേഖനത്തോട് ബന്ധപ്പെട്ട ഒരു ചിന്തയാണ് കുറച്ച് മിനിറ്റുകൾ ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ശരണപ്പെടുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത് സഭയ്ക്ക് എഴുതിയ 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, ജീസസ് ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടി നമുക്ക് തിരുവെഴുത്തുകളുടെ മുമ്പാകെ നമ്മെ തന്നെ വിധേയപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും പരിചിതമായിരിക്കുന്ന വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത് സഭയ്ക്ക് എഴുതിയ 4-ാം അധ്യായത്തിൻ്റെ ആ വാക്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ആമേൻ. നിന്നെ വിശേഷിപ്പിക്കുന്നതാർ? ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? അതല്ല മോനെ, 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ് വായിക്കേണ്ടത്. 5-ാം അധ്യായം. അസാരം പുളിമാവ് പിണ്ടത്തെ 2 കൊരിന്ത്യർ 5:7. കൊരിന്ത്യർക്ക് പൗലോസ് എഴുതിയ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അടുത്ത വാക്യം കൂടെ. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. ഓക്കെ, ഈ അനുഗ്രഹീതമായ വാക്യത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അഗ്രഗണ്യനായിരിക്കുന്ന വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത് സഭയ്ക്ക് 2 ലേഖനങ്ങളാണ് കൈമാറിയിട്ടുള്ളത്. കൊരിന്ത് സഭയുടെ ഒരുപാട് പ്രസംഗങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾ കൊരിന്ത് ലേഖനത്തെ ആസ്പദമാക്കി നടത്തുകയും പ്രത്യേകിച്ച് അതിൻ്റെ പശ്ചാത്തലങ്ങൾ മനോഹരമായിട്ട് നിങ്ങളുടെ നടുവിൽ സംസാരിക്കാനുള്ള അവസരങ്ങൾ കർത്താവ് തന്നിട്ടുള്ളത് കൊണ്ട് പശ്ചാത്തല ഭാഗങ്ങളിലേക്ക് പോകാതെ കൊരിന്ത് ലേഖനത്തിൻ്റെ 2-ാമത്തെ ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞു നിർത്തുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും ദൃഢമായിരിക്കുന്ന ചില അനുഭവങ്ങളെയാണ് 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറഞ്ഞു നിർത്തുന്നത്. അവിടെ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു ആത്മീയൻ്റെ അവൻ്റെ കാഴ്ചപ്പാടുകൾ തികച്ചും വ്യത്യസ്തമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കാഴ്ചപ്പാടുകൾ മാറിയാൽ ദൈവം നമ്മെ ഉപയോഗിക്കും. ഈ രാവിലെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ദൈവം തന്ന 2021 ആദ്യത്തെ സന്ദേശമാണ്: കാഴ്ചപ്പാടുകൾ മാറിയാൽ അസാധാരണമായി നിങ്ങൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടും. വിശ്വസിക്കുന്നവർ നന്നായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവം എന്നെ ഉപയോഗിക്കണം, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇണങ്ങിയ ഒരു ആയുധമായി മാറണം. പരിശുദ്ധാത്മാവിൻ്റെ ഈ തലമുറയിലെ ശക്തമായ ഉപകരണമായി എനിക്ക് തീരണമെന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവർ ഈ ദൂത് മിസ് ചെയ്യരുത്. കാര്യം ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പൗലോസ് എഴുതി വരുന്ന ഭാഗം ഒന്ന് പറഞ്ഞു മുമ്പോട്ട് പോകാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പുറമെയുള്ളവൻ ക്ഷയിച്ചു പോയാലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ ശക്തി പ്രാപിക്കുന്നു, അഥവാ പുതുക്കം പ്രാപിക്കുന്നു. ഞങ്ങൾക്ക് ധൈര്യമില്ല എന്ന് വെച്ചാൽ ധൈര്യക്ഷയം ഞങ്ങൾക്ക് സംഭവിക്കുന്നില്ല.
ഞങ്ങളുടെ ധൈര്യം ചോർന്നു പോകുന്നില്ല, ഞങ്ങൾ ഭയപ്പെടുന്നില്ല. കാര്യം ഞങ്ങൾ പുറമേയുള്ള കാഴ്ചപ്പാടുകളുടെ പിറകെ അല്ല ഓടുന്നത്. ഞങ്ങൾക്ക് ദൈവം നൽകിയ കാഴ്ചപ്പാടുകൾ സാധാരണ കാഴ്ചപ്പാടുകളല്ല. പുറമേയുള്ളവനെ നോക്കിയല്ല ഞങ്ങൾ ഓടുന്നത്. അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കേണ്ടതിനത്രേ ഞങ്ങളതിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഓടുകയാണ്. അടുത്ത പറയുന്നു 17-ാമത്തെ വാക്യം, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും. അപ്പോൾ സാധാരണ ജീവിതത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് സാധാരണയായിട്ട് ഒരു ശൈശവം മാറാത്തതായ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഷ്ടതകൾ അവർക്കൊരു വലിയ സംഭവമാണ്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഫറിങ്സുകളും സ്ട്രഗിങ്സുകളും വരുമ്പോൾ വിശ്വാസ ജീവിതം മടുക്കുന്ന അവസ്ഥയാണ് ശൈശവ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് വിശ്വാസ ജീവിതത്തിൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റാത്ത ഭയങ്കരമായി വലയുന്ന സമയമാണ് ബാല്യദിശ എന്ന് പറയുന്നത്. എന്നാൽ അവിടുത്തെ പരിശീലനം കിട്ടി ഇച്ചിരൂടെ പക്വമാകാൻ തുടങ്ങുമ്പോൾ ഒരു വിശ്വാസി ആത്മാവിൽ പറയുന്ന കാര്യമാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. ആമേൻ. ഒരു ദൈവവൈതൻ്റെ കഷ്ടത്തിന് പോലും വേദപുസ്തകം, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ്, അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥവ്യാപ്തി വലുതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതനായ എഴുത്തുകാരൻ വിശുദ്ധ പൗലോസ് മനോഹരമായൊരു ഭാഷ അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കഷ്ടങ്ങൾ ബഹുദിവസങ്ങൾ നീണ്ടു നിൽക്കും എന്നല്ല എഴുതിയിരിക്കുന്നത്. ഞങ്ങളുടെ കഷ്ടങ്ങൾ അത് നൊടി നേരത്തേക്ക് മാത്രമുള്ളതാണ്. ആമേൻ. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ലൈവിൽ എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ഒരു കഷ്ടതകൾക്ക് നിന്നെ തൊടാൻ പറ്റാത്തതിൻ്റെ കാര്യം, ഒരു കഷ്ടതകൾക്ക് നിന്നെ മുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം, ഒരു കഷ്ടതകൾക്ക് നിന്നെ ഞെരുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം, ഒരു കഷ്ടതയോ ആ ജീവനാന്തം നിനക്കെതിരെ നിൽക്കത്തില്ല. അത് വെറും നൊടി നേരത്തേക്ക് മാത്രം ഉള്ളതാണ്. കഷ്ടതകൾ നൊടി നേരത്തേക്കുള്ളതാണ്. നൊടി നേരത്തേക്കുള്ള ആ കഷ്ടത്തിന് അടുത്ത ഒരു ആലങ്കാരിക പ്രയോഗം കൊടുത്തിട്ടുണ്ട്. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടങ്ങൾ, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നൊടി നേരത്തേക്കുള്ള കഷ്ടം എന്നതിനൊരു ആലങ്കാരികത കൊടുത്തുകൊണ്ട്, ഒരു നാമവിശേഷണം കൊടുത്തുകൊണ്ടാണ് പൗലോസ് എഴുതുന്നത്. അതിനെങ്ങനെയാണെന്നറിയാമോ? നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങൾ. ആമേൻ. ചില ആളുകൾ കഷ്ടങ്ങളെ പർവ്വതവൽക്കരിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, അതിനെ പർവ്വതവൽക്കരിക്കാൻ എനിക്ക് നേരമില്ല. ആ കഷ്ടങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ലഘുവാണ്. കാര്യം എൻ്റെ നാഥൻ അതിനേക്കാളും വലിയവനാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഒരു ദൈവമൈതന്റെ ഹൃദയത്തിനകത്ത് ഏത് കാലഘട്ടത്തിലും ഏറ്റവും വലിപ്പമുള്ള സംവിധാനം അവൻ ആരാധിക്കുന്ന സർവശക്തനായ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടായിരിക്കണം. ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെ വലിപ്പം അവൻ്റെ ഹൃദയത്തിൽ വർദ്ധിക്കാൻ തുടങ്ങുന്നിടത്തോളം കാലം മറ്റെല്ലാ കഷ്ടങ്ങളും അവന് ലഘുവായി ചെറുതായിട്ടേ തോന്നത്തുള്ളൂ. ആമേൻ. ഇവിടെ നിൽക്കുന്ന 22 നില കെട്ടിടമോ, അങ്ങ് ദുബൈയിലുള്ള ബുർജ് ഖലീഫ പോലെയുള്ള ഏറ്റവും മുന്തിയ കെട്ടിടങ്ങളുമൊക്കെ താഴെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത് ഭയങ്കര കെട്ടിടങ്ങളാണ്. എന്നാൽ ആകാശത്തിൽ പറക്കുന്ന വിമാനത്തിലിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ വലിയ കെട്ടിടങ്ങൾ വെറും തീപ്പെട്ടിക്കൂട് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ വലിപ്പത്തിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാ ചിലത് ചെറുതായി നമുക്ക് തോന്നുന്നത്. ഇന്ന് രാവിലത്തെ ആദ്യത്തെ ദൂത്, നീയും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ വലിപ്പം വർദ്ധിച്ചാൽ ഒരു കഷ്ടതയോ നിനക്ക് വലുതായി തോന്നത്തില്ല. എല്ലാത്തെയും നീ ലഘുവായി ചിത്രീകരിക്കോ. അങ്ങനത്തെ ഒരു അഭിഷേകം ഈ രാവിലെ റിലീസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. ആ ഓഫീസർ നിന്നോട് മുഷിഞ്ഞോ? ആ മേലുദ്യോഗസ്ഥൻ നിന്നോട് കരുണ കാണിക്കുന്നില്ലേ? നിന്റെ സീനിയർ ആ അനുഭവത്തിൽ നിൽക്കുന്ന നേഴ്സോ സൂപ്രണ്ടോ ആരെങ്കിലും നിന്നോട് വിഷമിക്കുന്ന രീതി സംസാരിച്ചോ? നിന്റെ ഒരുമിച്ച് ഒരു റൂമിൽ കഴിയുന്നവർ ആരും നിന്നോട് സഹകരിക്കുന്നില്ലേ? നിന്റെ വിശ്വാസ ജീവിതത്തിന് കോട്ടമുണ്ടാക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ പലയിടത്തു നിന്ന് പൊങ്ങുന്നുണ്ടോ? അതിന്റെ നടുവിൽ തലകുനിച്ചവളെ പോലെയോ തലകുനിച്ചവനെ പോലെയോ അല്ല നീ നടക്കേണ്ടത്. തല ഉയർത്തി നടക്കണം. കാര്യം ഒരു കഷ്ടങ്ങൾക്കോ നിന്നെ തൊടാൻ കഴിയത്തില്ല. ഒരു പ്രതിസന്ധികൾക്കോ നിന്നെ തൊടാൻ കഴിയത്തില്ല. നീ ഒന്നിന്റെ കീഴെയല്ല, എല്ലാത്തിന്റെ മുകളിലാ.
എഫേസ് ലേഖനത്തിന്റെ എഴുത്തുപുരയിലേക്ക് പൗലോസ് കയറിയപ്പോൾ സഭ കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ കാണുന്ന പ്രപഞ്ച ശക്തികളുടെ അണ്ടറിൽ കിടക്കുന്നല്ല പൗലോസ് എഴുതി വെച്ചത്. ഒന്നുകൂടി ഞാൻ ആ വാചകം പറയാൻ പോവുക. ദൈവസഭ ഈ കാണുന്ന കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഇവിടുത്തെ ഏതൊക്കെയോ പൈശാചിക സെറ്റപ്പുകൾ, ഇവിടുത്തെ പാരമ്പര്യങ്ങൾ, അതിൻ്റെയൊക്കെ താഴെ കിടക്കുന്നതായിട്ടല്ല പൗലോസ് എഫേസ് ലേഖനത്തെ സഭയെ ചിത്രീകരിക്കുന്നത്. എന്തോന്നറിയാമോ? കർത്തൃത്വങ്ങളുടെ മേലും വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും ഇപ്പോഴുള്ളതിൻ്റെ മേലും ഈ എല്ലാത്തിൻ്റെ മേലും ഇരുന്നു കൊണ്ട് കർത്തൃത്വം നടത്തുന്ന ഭൂമിയിലെ ദൈവത്തിന്റെ സ്ഥാപനമാണ് ദൈവസഭ. ദൈവസഭ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഒന്ന് രണ്ട് മിനിറ്റുകൾ അന്യഭാഷയിൽ നിന്റെ റൂമിനകത്തിരുന്ന് കരം തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്തു. 2020 വിഷമിച്ച് വിഷയങ്ങളുമായിട്ട് 2021 വിഷമിച്ച് തുടങ്ങാനല്ല, ചിലതിനെ കീഴ്മേൽ മറിക്കാൻ, ചിലതിനെ ചവിട്ടി മെതിക്കാൻ, ചിലതിനെ നിസാരവൽക്കരിക്കാൻ, അങ്ങനത്തെ ഒരു അഭിഷേകം ഈ രാവിലെ വ്യാപരിക്കുന്നു. യേശു വലിയവൻ. വിശ്വസിക്കുന്നവർ ആമേൻ പറ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. എന്റെ കഷ്ടങ്ങൾ എനിക്ക് വലുതായിട്ട് തോന്നുന്നില്ല, എന്റെ കഷ്ടങ്ങൾ എനിക്ക് ലഘുവായിട്ടാണ് തോന്നുന്നത്. പക്ഷെ എനിക്കത് നിത്യതയിൽ കർത്താവിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അധികം തേജസ്സിന്റെ ഘനത്തിന് കാരണമാകുമെന്നാണ് പൗലോസ് പറയുന്നത്. ആമേൻ. എന്ന് വെച്ചാൽ ഈ നാമനിമിത്തം ഞാൻ ഭൂമിയിൽ ഏതെങ്കിലും കഷ്ടം അനുഭവിച്ചാൽ ദൈവരാജ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ കർത്താവിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ എൻ്റെ കിരീടത്തിന് ശോഭ വർദ്ധിക്കുമെന്നാണ് പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യഘനം കിട്ടുവാൻ ഞങ്ങൾക്ക് ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഇത് തലേ കയറുന്നവനെ ഒരു പ്രപഞ്ച ശക്തിക്കും തൊടാൻ പറ്റത്തില്ല. കാണുന്നത് താൽക്കാലികം. കൊറോണ വേണമെങ്കിൽ 1 വർഷത്തോടെയൊക്കെ ഓടിയേക്കാം, അതിൻ്റെ അപ്പുറത്തോട്ട് പോകത്തില്ല. ആമേ. നീർക്കുമളയ്ക്ക് സമാനമാ ഭൂമിയിലെ കഷ്ടങ്ങൾ. ഭൂമിയിലെ സകല സംവിധാനങ്ങളും എനിക്ക് ഒരു ദൈവവിധന് വിരോധമായി എഴുന്നേറ്റ് വരുന്നതല്ല, ഊതി വിടുന്ന ഒരു കോമളയ്ക്ക് സമാനമാ. മിനിറ്റുകൾ കൊണ്ടത് പൊട്ടിത്തകരും. ആമേ. കാണുന്നത് താൽക്കാലികം. ഞങ്ങൾ ഓടുന്നത് കൊറോണയെ കണ്ടിട്ടല്ല, ഞങ്ങൾ ഓടുന്നത് വലിയ കെട്ടിടം കിട്ടുമെന്ന് വിചാരിച്ചോണ്ടല്ല, ഞങ്ങൾ ഓടുന്നത് 10,000 പേരുടെ പാസ്റ്ററാകുമെന്ന് വിചാരിച്ചോണ്ടല്ല, ഞങ്ങൾ ഓടുന്നത് അമേരിക്കയിൽ പോകാമെന്ന് വിചാരിച്ചോണ്ടല്ല. ഞങ്ങൾ ഓടുന്നത് കാഴ്ചപ്പാടിതാണ്. ഞങ്ങളുടെ ലക്ഷ്യം നിത്യതയാണ്. ഞങ്ങളുടെ ലക്ഷ്യം കർത്താവുമൊത്തുള്ള വാസമാണ്. ഞങ്ങളുടെ ലക്ഷ്യം കർത്താവിനോടൊപ്പം ഇരുന്ന് ഭരിക്കുന്നതാണ്. ആ കാഴ്ചപ്പാട് കിട്ടിയവൻ പറയുകയാണ്, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ചിലപ്പോൾ പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടിയെന്ന് വരും, ചിലപ്പോൾ പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടിയില്ലെന്ന് വരും, ചിലപ്പോൾ വഴി തുറന്നെന്ന് വരും, ചിലപ്പോൾ വഴി തുറന്നില്ലെന്ന് വരും, ചിലപ്പോൾ ബന്ധങ്ങൾ പെരുകിയെന്ന് വന്നേക്കാം, ചിലപ്പോൾ ഉള്ള ബന്ധം മുഴുവനും പോയെന്ന് വന്നേക്കാം, ചിലപ്പോൾ നല്ല സാഹചര്യമായിരിക്കാം, ചിലപ്പോൾ ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം. ഇതൊന്നും ഒരാത്മീയനെ ബാധിക്കത്തില്ല, ഇതൊന്നും ഒരു ദൈവ പൈതലിനെ ബാധിക്കത്തില്ല. വഴി തുറന്നാലും വഴി തുറന്നില്ലെങ്കിലും, ബന്ധം നല്ലതായാലും ബന്ധം മോശമായാലും അവൻ പറയൂ, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ അത് നിത്യമാണ്. ഭൂമിയിലെ സകല സംവിധാനങ്ങളും താൽക്കാലികമാണ്. ഈ വാസം താൽക്കാലികമാണ്. മോശെ എഴുതി ഏറിയാൽ 80
താൽക്കാലിക വാസമാണ് ഇവിടെ. പക്ഷേ പ്രായത്തിന് ലിമിറ്റേഷൻ ഇല്ലാത്തൊരു വാസം സ്വർഗത്തിലുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? കാണുന്നത് താൽക്കാലികമാണ്, കാണാത്തതോ നിത്യമാണ്. അടുത്തത്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. കൂടാരമായ ഭൗമഭവനം എന്ന് പറയുന്നത് ഭൂമിയിൽ നിങ്ങൾ 65 ലക്ഷം രൂപ കൊണ്ട് ഒരു കോൺട്രാക്ടറെയോ എഞ്ചിനീയറെയോ നിർത്തി പണി കഴിപ്പിച്ച നിങ്ങളുടെ വീടല്ല. അത് നിങ്ങളൊരു 4 കമ്പേ നിർത്തിയേക്കുന്ന ചെറിയ കൂരയോ 1 കോടി മുതൽ മുടക്കി പണിതെടുത്ത വീടോ അല്ല കൂടാരം. കൂടാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ഈ ശരീരത്തിനകത്താണ് ആത്മാവ് വസിക്കുന്നത്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ അതിന്റെ അർത്ഥം ഇത് അഴിഞ്ഞു പോകേണ്ടതാണ്. ഇത് അഴിയും, ഇത് അഴുകും, ഇത് നശിക്കും, ഇതില്ലാതായി തീരും. എന്നാൽ കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്ത ഒരു നിത്യ കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ആമേൻ, ആമേൻ. എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ഇത് അഴിയാതെ മുകളിൽ പോകാൻ പറ്റത്തില്ല. ഇനി ഇത് അഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം ഇവിടെ കൊണ്ട് തീരുന്നുമില്ല. ഞങ്ങളുടെ പ്രതീക്ഷ ഭൂമിയുടേതല്ല, ഞങ്ങളുടെ പ്രതീക്ഷ കർത്താവിനോടൊപ്പമുള്ളതാ. ഒരു സ്തോത്രം പറ. നിന്റെ പ്രതീക്ഷ കർത്താവുമൊത്തുള്ള പ്രതീക്ഷയാ. ഇതുപോലൊരു കൈകൊടുപ്പ് കർത്താവുമായി കൊടുത്തിട്ടുണ്ട്. മനസ്സമ്മതത്തിന് ചെറുക്കനും പെണ്ണും കൈ കൊടുക്കുമ്പോൾ ആ പുരുഷനോട് മനസ്സ് തുറന്ന് ആ പെൺകുട്ടി സമ്മതിക്കും, ഇന്നും മുതൽ അങ്ങയെ എൻ്റെ ജീവിതത്തിലെ പങ്കാളിയായി ഞാൻ സ്വീകരിക്കുന്നെന്ന്. മണവാളനായ ക്രിസ്തുവുമായി മണവാട്ടിയായി സഭ കൊടുത്തിരിക്കുന്ന ഉടമ്പടിയാ. ലോകത്തിൻ്റെ ഒരു സുഖങ്ങളും ഒരു താല്പര്യങ്ങൾക്കോ അങ്ങിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ അകറ്റാൻ പറ്റത്തില്ലെന്ന് ഈ ഉടമ്പടിക്കകത്ത് നിൽക്കുന്നവന്റെ പ്രസ്താവനയാ. ഇതഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുകളിൽ ഭവനമുണ്ട്. അടുത്തത് പറയുക, ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾക്ക് ഞരക്കമുണ്ട്, പക്ഷെ നഗ്നരായിട്ടൊന്നുമല്ല, ഉടുപ്പുള്ളവരായിക്കൊണ്ട്. എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഞങ്ങളുടെ ആ വാഞ്ച, ഞങ്ങളുടെ ആഗ്രഹമാണ്, ഞങ്ങളുടെ 24 മണിക്കൂറുമുള്ള താല്പര്യമാണ് കർത്താവിനോട് കൂടിയുള്ള വാസം. എങ്കിലും സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞെരങ്ങുന്നു. ഈ ശരീരത്തിലിരിക്കുമ്പോൾ നിനക്ക് ഞരക്കമുണ്ട്. എന്താ നിന്റെ പ്രഷർ, എന്താ നിനക്ക് ഷുഗർ, എന്താ നിനക്ക് കൊളസ്ട്രോൾ, എന്താ നിനക്ക് രോഗങ്ങൾ, ഏതെങ്കിലും പകർച്ചവാദി വരുമ്പോഴത്തേനും അറിയാതെ നിന്റെ ദേഹത്ത് കയറി പിടിക്കുന്നതിൻ്റെ കാര്യം എന്നാ? ഈ വാക്യ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ലോകത്തിൻ്റെ സ്വഭാവ, അല്ലെങ്കിൽ ഈ മണ്ണിൻ്റെ സ്വഭാവ, പലവിധ രോഗങ്ങൾ സമ്മേളിക്കുന്ന അനുഭവങ്ങൾ ഈ ശരീരത്തിൽ വരിക എന്നുള്ളത് ഭൂമിയിൽ നിന്നെടുത്ത മണ്ണിൽ നിന്നുള്ള ശരീരമായതുകൊണ്ടാണ് ഈ വിധത്തിലുള്ള ഭൂമിയിലെ രോഗങ്ങൾ നിന്റെ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇവിടെ പറയുകയാണ്, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും നോക്കിക്കേ, അതിനായി ഞങ്ങൾ ഒരുക്കിയത് ആത്മാവിൻ്റെ അച്ചാരമായി തന്നിരിക്കുന്നു. അതല്ല വാക്യം, മുകളിലത്തെ വാക്യമായിരുന്നു. ഓക്കെ, ഉരുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞെരങ്ങുന്നു. ഈ കൂടാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഭാരമുണ്ട്, ഞെരുക്കമുണ്ട്. കാര്യം ഈ ഭൂമിയുടേതെല്ലാം ഈ കൂടാരത്തിന് നേരെ ശക്തിയോടെ അടിച്ചേക്കാം. അടുത്തത്, അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. ആമേൻ. ഞങ്ങൾ യേശുക്രിസ്തുവുമായിട്ട് അകന്ന് ഭൂമിയിൽ പരദേശികളായി വസിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത് ആത്മാവിലല്ല, ആത്മാവുമായിട്ടുള്ള അകൽച്ചയല്ല, ഭൗതിക ശരീരവുമായിട്ടുള്ള അകൽച്ചയാണ്. ആമേൻ. ആത്മാവിൽ ഞാൻ ക്രിസ്തുവിനോട് കൂടെയാണ്, പക്ഷെ ഭൗതിക ശരീരവുമായിട്ട് നോക്കുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് ഞാൻ ഒത്തിരി അകന്ന് പരദേശിയായി ഇവിടെ വസിക്കുകയാണ്. ആമേൻ.
പരദേശിയായിട്ട് ഇവിടെ വസിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് ആ നിത്യഭവനത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൂടാരം പൊളിഞ്ഞേ പറ്റത്തുള്ളൂ. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് താഴോട്ട് അദ്ദേഹം എഴുതി വരുന്നത്. അടുത്തതാണ് ഞാൻ വായിച്ച വാക്യം. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഈ വാക്യം കേൾക്കുമ്പോൾ ആവേശത്തോടെ ആദ്യത്തെ ഞായറാഴ്ച ആമേൻ പറയാൻ കഴിയുന്നവർ ശക്തിയോടെ ദൈവത്തിന് ആമേൻ പറ. ഞാൻ നടക്കുന്നത് കാഴ്ചയാലല്ല. 2019 വന്നാലും 2020 വന്നാലും 2021, 22, 23, 24, 25 അങ്ങനെ 30 വരെ ഓടിയാലോ ഒരു കാര്യം വേദപുസ്തകം എന്നോട് പറയുന്നു, അല്ലെങ്കിൽ ദൈവസഭ ലോകത്തോട് പറയുന്നു, ഞങ്ങൾ നടക്കുന്നത് കാഴ്ചയാലല്ല, ഞങ്ങൾ വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. കാഴ്ചയാൽ നടക്കുന്ന വിശ്വാസികളില്ല, അതില്ല. കാഴ്ചയാൽ നടക്കുന്നവന് കാണാൻ കൊതിച്ച കാര്യങ്ങൾ വെളിപ്പെട്ടില്ലെങ്കിൽ ക്ഷീണമുണ്ടാകും. കാഴ്ചയാൽ നടക്കുന്നവന് അവൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ വന്നില്ലെങ്കിൽ അവൻ ആകപ്പാടെ ബുദ്ധിമുട്ടുകളും ഭാരവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാഴ്ചയാൽ നടക്കുന്നവന് അവന്റെ കണ്ണിന്റെ ദൃഷ്ടിയിൽ പെടുന്നത് മനോഹരമായി തോന്നിയാൽ അവന് സന്തോഷവോ, അല്ലാത്തത് തോന്നിയാൽ അവന് ദുഃഖകാരണവുമായി മാറും. എന്നാൽ ദൈവവൈതലിന്റെ പ്രത്യേകത, ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നടക്കുന്നത്. എടുക്കട്ടെ. ചില ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാസ്റ്ററെ നോക്കി നടക്കുന്ന ആളുകളുണ്ട്. ചില ദൈവമക്കൾ അടുത്ത വിശ്വാസികളെ നോക്കി നടക്കുന്നവരുണ്ട്. ചില ആളുകൾ ഏതെങ്കിലും സൂപ്പർ നാച്ചുറലായി ഉപയോഗിക്കപ്പെടുന്ന ആളുകളെ നോക്കി നടക്കുന്നവരുണ്ട്. ചില ആളുകൾ പിന്മാറ്റക്കാരെ നോക്കി നടക്കുന്നവരുണ്ട്. പക്ഷെ ഒരു ആത്മീയൻ പാസ്റ്ററെയോ ഉപയോഗിക്കപ്പെടുന്ന റിവൈവൽ പ്രീച്ചേഴ്സിനെയോ അടുത്തിരിക്കുന്ന വിശ്വാസി അല്ലവൻ നോക്കുന്നത്. അവൻ നോക്കുന്നത് ആത്മനാഥനായ യേശുവിനെയാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ വ്യതിചലിപ്പിച്ചു കൊണ്ടുപോകുന്ന സംവിധാനങ്ങൾ അത് പാസ്റ്ററിൽ നിന്നാ വരുന്നതെങ്കിൽ, അല്ല ഉപയോഗിക്കപ്പെടുന്ന ഒരാളിൽ നിന്നാ വരുന്നതെങ്കിൽ, ഒരുമിച്ച് ആരാധിക്കുന്നവരിൽ നിന്നാ വരുന്നതെങ്കിൽ, അവരെ അല്ല നിങ്ങൾ മുഖവിലക്കെടുക്കേണ്ടത്. നീ യേശുവിനെ നോക്കി ഇറങ്ങാൻ ഈ രാവിലെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. അഭിഷേകത്തെ ജയം വ്യാപരിക്കട്ടെ. ഞാൻ ബിനീഷിനെ നോക്കിയിട്ട് നല്ല പാട്ടുകാരനാന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ പറയും അതിനേക്കാൾ നന്നായിട്ട് MG ശ്രീകുമാർ പാടുന്നുണ്ട്. ഹലോ, ഇച്ചൂടെ കഴിഞ്ഞപ്പോൾ MG ശ്രീകുമാർ എന്റെ ഫാനായി. ഇച്ചൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിന് അടുത്ത ആൾ പറയുക യേശുദാസ് അതിനേക്കാളും നന്നായിട്ട് പാടും. കണ്ടോ, മനുഷ്യരെ നോക്കി നടന്നാൽ മാറിക്കൊണ്ടിരിക്കും സ്വഭാവം. മനുഷ്യനിൽ നിന്ന് അടുത്തയാൾ അങ്ങനെ നമ്മുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. പക്ഷേ സ്വഭാവം മാറാത്ത ഒരാളെ പരിശുദ്ധാത്മാവ് പരിചയപ്പെടുത്തുന്നു. അവന്റെ പേര് നസ്രേനായ യേശു. ആമേൻ പറ. കാഴ്ചയാലല്ല വിശ്വാസത്താല നടക്കുന്നത്. വചനം കേൾക്കുമ്പോൾ എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഒരു ദൈവ പൈതൽ, ഒരു വിശുദ്ധൻ ഭൂമിയിൽ ജീവിക്കേണ്ടത് കാഴ്ചയാലല്ല വിശ്വാസത്താലായിരിക്കണം. എന്ത് വിശ്വാസത്താൽ? എന്തു വിശ്വാസത്താലാണ് അവൻ ഭൂമിയിൽ നടക്കേണ്ടത്? അതാ മുകളിൽ പറഞ്ഞു വെച്ചത്. ഈ 4-5 അധ്യായം മുഴുവൻ എഴുതി വെച്ചേക്കുന്ന അതാ. ഒരു ഭക്തൻ ഭൂമിയിൽ വിശ്വാസത്താൽ നടക്കണോ? പഴയ നിയമ ഭക്തനായിരിക്കുന്ന അബ്രഹാം എബ്രായ ലേഖനത്തിന്റെ എഴുത്തുപുരയിലേക്ക് പൗലോസ്ലീഹ കയറുമ്പോൾ അബ്രഹാമിനെ പറ്റി പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്ക് ഞാൻ കടമെടുക്കുക. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ട് പണിതതുമായ നഗരത്തിനായിട്ട് അവൻ കാത്തിരുന്നു. കൂടാരം അടിച്ചില്ലേ?
വീട് പണിതില്ലേ? ദാസിദാസന്മാരെ ആഹാരം കൊടുത്തില്ലേ? ഭാര്യയും പിള്ളേരും ഇല്ലായിരുന്നോ? എല്ലാം ഉണ്ടായിരുന്നു പാസ്റ്ററെ. കനാന്യന്, ഹിത്യന്, ഹിവ്യനും, പെരിസിനും, യെബൂസ്യനും തുടങ്ങി ആളുകളുടെ ഇടയ്ക്കൂടെയാ അവൻ നടന്നു പോയത്. കനാന്യരുടെ നടുവിക്കൂടെ നടന്നാലും, ആ കാലഘട്ടത്തിലുള്ള ജാതീയ ശക്തികളുടെ ഇടയ്ക്കൂടെ നടന്നാലും, അവൻ മണ്ണിനേക്കാളും കൊയ്ത്തിനേക്കാളും അപ്പുറമായി അവന്റെ കാഴ്ചപ്പാട് വേറെയായിരുന്നുവെന്ന് പൗലോസ് മനോഹരമായിട്ട് പറയുകയാ. അവൻ ഭൂമിയിൽ കൂടാരവാസിയായി ജീവിച്ചതുപോലും അതിന്റെ തെളിവാ. എന്താ കാര്യം എന്നറിയാമോ? ദൈവം ശില്പിയായി നിർമ്മിച്ചത്, അടിസ്ഥാനമിട്ട് പണിതതുമായ നഗരത്തിനായിട്ട് അവൻ കാത്തിരുന്നു. അവന്റെ ഓരോ ചുവടിലും വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം 6 വാഗ്ദത്തങ്ങൾ കൊടുത്തു. അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹം ഇറക്കുക. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ അത് നന്നായിട്ട് അറിയാലോ. നിങ്ങൾക്ക് ദൈവമക്കളെ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ ആ ഭാഗം. ഈ അബ്രഹാമിനോട് ദൈവം ആലോചന പറയുമ്പോൾ, നീ എൻ്റെ വാക്ക് കേട്ടനുസരിച്ച് നീ കൽദയ പട്ടണത്തിൽ തന്നെ ഞാൻ നിന്നെ ഉയർത്തു, നല്ല കർത്താവ് പറഞ്ഞത്. ഈ അപ്പനെയും അമ്മയെയും വീടും ദേശവും ബന്ധുക്കളെയും ചർച്ചക്കാരെയും വിടാതെ എന്താ ദൈവത്തിന് അവനെ അനുഗ്രഹിക്കാൻ മേലെ? സ്വദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് നീ ഇറങ്ങി വരാൻ കർത്താവ് പിന്നെ എന്തിനാ പറഞ്ഞേ? ദൈവം പറയുന്ന ഓരോ കാര്യത്തിനും അർത്ഥവ്യാപ്തിയുണ്ട്. എന്തിനാ ദൈവം പറഞ്ഞത്? ഞാനത് ധ്യാനിച്ചപ്പോൾ, ഞാനത് ചിന്തിച്ചപ്പോൾ കർത്താവ് എന്നോട് ശക്തമായിട്ട് ഇങ്ങനെ ഇടപെട്ടു. ഈ സാഹചര്യത്തിനകത്ത് നിന്ന് നീ വളർന്നു കയറിയത്. ആമേൻ. ഒരാളുടെ കാഴ്ചപ്പാട് മാറാത്തതിന്റെ അടിസ്ഥാനപരമായ 5 സ്വഭാവങ്ങളുണ്ട്. 1, ജനിച്ച പശ്ചാത്തലം. 2, വളർന്ന പശ്ചാത്തലം. 3, അയാൾക്കുള്ള സൗഹൃദ ബന്ധങ്ങൾ. 4, അവന്റെ സാമ്പത്തിക സെറ്റപ്പ്. 5, സാധ്യതകളില്ലായ്മ. ഈ 5 സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ കാഴ്ചപ്പാട് ചെറുതായിക്കൊണ്ടിരിക്കും. ജനിച്ച വീടിനെ ആശ്രയിച്ച ചിലരുടെ കാഴ്ചപ്പാട്, വളർന്നു വരുന്ന പശ്ചാത്തലത്തെ ആശ്രയിച്ച ചിലരുടെ കാഴ്ചപ്പാട്, അടുത്തിടപഴകുന്ന സൗഹൃദ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക ചിലരുടെ കാഴ്ചപ്പാട്. കർത്താവ് ഇന്ന് രാവിലെ പറയുന്നു, ഇതിൽ നിന്നെല്ലാം ഒരു ഭക്തനെ പൊക്കിക്കൊണ്ടുവരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അബ്രഹാമേ, കൽദയ പട്ടണമായ ഊരിലിട്ട് നിന്നെ എനിക്ക് അനുഗ്രഹിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, നിന്റെ ചാർച്ചക്കാരുടെ കുടുംബക്കാരുടെ ഇടയിലിട്ട് എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷെ ആ പശ്ചാത്തലം എനിക്ക് പൊട്ടിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് പിടുത്തം കിട്ടുന്നുണ്ടായിരിക്കാം. എന്താ, നിങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ പഴയ പാരമ്പര്യങ്ങളെ മുഴുവനും കളഞ്ഞിട്ട് യേശു ക്രിസ്തുവിന്റെ പാരമ്പര്യത്തിലേക്ക് കയറിയത്? നിങ്ങളൊരു ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് നിങ്ങൾ ആ ജാതീയ പശ്ചാത്തലം വിട്ട് ഒരു പുതിയ പശ്ചാത്തലത്തിൽ എന്തിനാ ദൈവം നിങ്ങളുടെ ചുവടുറപ്പിച്ചത്? അല്ലാതെ നിങ്ങളെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ലായിരുന്നോ? കർത്താവ് പറയുന്നു, ജാതീയ പശ്ചാത്തലത്തിൽ കടക്കുന്നവൻ എപ്പോഴും ആ കാഴ്ചപ്പാടിനകത്തേ കടക്കത്തുള്ളൂ. നാളെ നീ അനുഗ്രഹിക്കപ്പെട്ടാലോ നിന്റെ അപ്പൻ നിന്നെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. നാളെ നീ അനുഗ്രഹിക്കപ്പെട്ടാലോ നിന്റെ പാരമ്പര്യങ്ങൾ നിന്നെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. നാളെ നീ അനുഗ്രഹിക്കപ്പെട്ടാലോ നിന്റെ സൗഹൃദ ബന്ധങ്ങൾ നിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിയെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം എന്നാ ചെയ്തെന്നറിയാമോ? നീ വിട്ടിറങ്ങി വാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. Praise the Lord. വിശ്വാസ വീരന്മാരുടെ പിതാവായി അബ്രഹാം വിശ്വാസത്താൽ ജീവിച്ച് കാണിച്ച പിതാക്കന്മാർക്ക് നിഴലായി നിൽക്കുന്നതിന്റെ കാര്യം എന്നറിയാമോ? അപ്പനെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെ വിട്ടിറങ്ങിയപ്പോൾ ഇപ്പോൾ അവൻ ആശ്രയിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. അവിടെ ഒരു പുതിയ പാരമ്പര്യം ദൈവം ആരംഭിക്കുകയാ. ലോകത്തിൻ്റെതല്ല, ദൈവത്തിൻ്റെ. ഞാൻ ആ വാക്കിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ആ യാത്രയിൽ അവൻ കൂടാരവാസിയായിരുന്നു.
കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ദേശവേദാന്നൊന്നും വെളിപ്പെടുത്തിയില്ല. കൂടാരവാസിയായിട്ട് യാത്ര തിരിച്ചപ്പോൾ കാണുന്നവരോടെല്ലാം പറഞ്ഞു. പൗലോസ് അത് അറിഞ്ഞിട്ട് പോലും ഇല്ല. പൗലോസ് എനിക്കിതിന് വർഷങ്ങൾക്ക് മുമ്പ് ആ ദൈവമനുഷ്യൻ വിളിച്ചു പറഞ്ഞ ദൂത് പൗലോസ് പ്രാർത്ഥനാ മുറിയിലിരുന്ന് വെളിപ്പാടിലെടുത്തതാണ്. അബ്രഹാമിന്റെ തലേ കയറിയ കൺസെപ്റ്റാണ് പൗലോസ് പറയുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ചത്. അടിസ്ഥാനമിട്ട് പണിതതുമായ നഗരത്തിനായിട്ട് ഞാൻ കാത്തിരുന്നു. കൽദയ പട്ടണത്തിലെ കെട്ടിടമുള്ള വീട്ടിലാണോ അബ്രഹാം താമസിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ഇഷ്ടിക കൂട്ടി തേച്ചുണ്ടാക്കിയ നല്ല സെറ്റപ്പുള്ള വീട്ടിലാണ് അബ്രഹാം താമസിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ആ പശ്ചാത്തലം പൊട്ടിച്ച് ഒരു കൂടാരത്തിനകത്തോട്ട് അവനെ കയറ്റിയത് ഒരു പുതിയ കാഴ്ചപ്പാട് വരാനിരിക്കുന്ന തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടിയാ. എന്റെ പ്രിയപ്പെട്ട സഹോദര, 2021 ദൈവത്തിന്റെ കാഴ്ചപ്പാടുകൾ ആയിരങ്ങൾക്ക് കൈമാറാൻ ദൈവം നിന്റെ ജീവിതത്തെ കയറി തൊടാൻ ആഗ്രഹിക്കുകയാ. നിന്നെ കൊണ്ട് ദൈവം പലരുടെ മുമ്പിൽ അത് തെളിയിക്കാൻ പോകുകയാ. ദൈവത്തിന്റെ കാഴ്ചപ്പാട് പ്രകാരം ഒരു മനുഷ്യൻ നടക്കാൻ തയ്യാറായാൽ അവൻ താഴോട്ടല്ല മേൽക്കുമേൽ അവൻ അഭിവൃദ്ധിപ്പെടുമെന്ന് നിന്നെ കൊണ്ട് ദൈവം തെളിയിക്കാൻ പോകുകയാ. നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. നടന്ന് 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 മടുത്തെന്നല്ല എഴുതിയത്. നടന്ന് 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 അവൻ വാഗ്ദത്തങ്ങളുടെ അകത്തോട്ട് കയറി. 2021 നീ നോയിക്കോ, നിന്റെ കാഴ്ചപ്പാട് മൊത്തത്തിൽ ദൈവം ചേഞ്ച് ചെയ്യും. ശ്വസിക്കുന്നവൻ ആമേൻ പറഞ്ഞോളെ. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. ചീത്ത വിളിക്കുന്ന ഒരുത്തനുമായിട്ട് ഒരു മാസം ഇടപഴകി നടന്നാൽ പെന്തിക്കോസുകാരനും ചീത്ത വിളിക്കും. മദ്യപിക്കുന്ന ഒരുത്തനുമായിട്ട് 6 മാസം ഇടപഴകി ജീവിക്കാൻ തുടങ്ങിയാൽ ആ ബലഹീന വിശ്വാസിയാണെങ്കിൽ മദ്യത്തിന്റെ മണം ആദ്യം പിടിക്കും, പിന്നീട് അത് കുടിക്കാനും സാധ്യതയുണ്ട്. ആമേൻ. തരം താന്ന ചിന്താഗതികളുമുള്ളവരുമായിട്ട് കൂട്ടുകൂടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തരം താന്ന ചിന്താഗതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഭക്തന്മാർ പറയുന്നത് ദൈവവചനം വായിക്കാനും പ്രാർത്ഥിക്കാനും കൂടുതൽ സമയം കണ്ടെത്തണമെന്ന്. എന്താ കാര്യം എന്നറിയാവോ? ലോകത്തിലെ ഏറ്റവും നല്ല ബന്ധമാണ് പരിശുദ്ധാത്മാവും കർത്താവുമായിട്ടുള്ള ബന്ധം. അത് നിന്നെ താഴ്ന്ന കാഴ്ചപ്പാടിലേക്കല്ല കൊണ്ടുപോകുന്നത്, ഉയർന്ന കാഴ്ചപ്പാടിലേക്കാണ് കൊണ്ടുപോകുന്നത്. സ്തോത്രം പറഞ്ഞാട്ടെ. അബ്രഹാം ദാസന്മാരുമായിട്ട് ആലോചന കഴിച്ചിട്ടില്ല, ദൈവവുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ എന്നോട് ദൈവാത്മാവ് ശക്തമായി പറയുന്നു, കാഴ്ചപ്പാടുകൾ മാറാഞ്ഞത് കൊണ്ടാ 2020 പുറകോട്ടുള്ള സമയങ്ങളിൽ നീ ഉപയോഗിക്കപ്പെടാതെ പോയത്. എന്നാൽ 21 അതല്ല, നീ ഉപയോഗിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. ഉപയോഗിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. അടുത്തൊരു മനുഷ്യൻ പറയാം, മോശ വിളിച്ച ഉടനെ കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുക. എന്ത് സന്തോഷത്തോടെ കർത്താവ് പറഞ്ഞെന്നറിയോ? ഒന്ന് കൈ തന്നെ. ഭയങ്കര ചിരിച്ചോണ്ട കർത്താവ്, നിന്നെ ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിനെ വിടിവിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒട്ടനെ മോശ തിരിച്ച് ദൈവം സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ മോശ വേദനയോടെ തിരിച്ചു പറയാം, എനിക്ക് അതിനുള്ള യോഗ്യതയൊന്നും ഇല്ല, എൻ്റെ നാക്കൊക്കെ തടിച്ചതാ, എൻ്റെ ചേട്ടൻ ആഹാരം കൊള്ളാം. സ്തോത്രം. എന്ന് വെച്ചാൽ ദൈവത്തിന് എന്തോ ചെയ്യുക, റെക്കമെൻഡേഷൻ കൊടുക്കുക. ദൈവസന്നിധി നിന്ന് വേറൊരാൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുക. കർത്താവ് പറയടാ, തടിച്ച നാവുള്ള നിന്നെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങി വന്നേ. ഒരു സ്തോത്രം പറയാവോ? കണ്ടോ, ശാരീരിക ബലഹീനതയെ അവന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അവന്റെ കാഴ്ചപ്പാട് ഇടുങ്ങിപ്പോയി. അവന്റെ കാഴ്ചപ്പാടിപ്പോൾ ഞാൻ വിക്കന, അതുകൊണ്ട് എന്നെ ആരും കേൾക്കത്തില്ല. ഇങ്ങനെയാ ചില ആളുകൾ. ഞാൻ നിറം കുറഞ്ഞ ആളാ, അതുകൊണ്ട് എന്നെ ആരും അംഗീകരിക്കത്തില്ല.
ഞാനൊരു സാധാരണക്കാരനാ, അതുകൊണ്ട് എനിക്ക് ഒത്തിരി യാത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ പശ്ചാത്തലം ചെറുതാ, അതുകൊണ്ട് എനിക്കൊരു വലിയ ഒരു അനുഭവത്തിലേക്കൊന്നും കയറാൻ പറ്റത്തില്ല. ആമേ. ചില ആളുകൾ ചിന്തിക്കുക, ഞാൻ ഒത്തിരി സമ്പന്നനാ, അതുകൊണ്ട് എനിക്ക് താഴോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ല. ഓരോരുത്തർ അവരവരുടെ ശാരീരിക പശ്ചാത്തലത്തെ നോക്കി തങ്ങളിൽ തന്നെ ഒതുങ്ങാൻ നോക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വന്നിട്ട് പറയുകയാ, തടിച്ച നാവ്, പൊക്കം കുറവ്, നിറം, ഇതൊന്നും എനിക്ക് വിഷയമില്ല. നിന്റെ കാഴ്ചപ്പാട് മാറിയാൽ എനിക്ക് നിന്നെ ഉപയോഗിക്കാം. ഞാനത് വായിച്ചപ്പോൾ ഒരു ചോദ്യം ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഈ മോശയെ നീ ഉപയോഗിച്ചപ്പോൾ എന്താ അവന്റെ തടിച്ച നാവ് മാറ്റാഞ്ഞത്? ഇദ്ദേഹം കടലിനോട് കൈ നീട്ടുമ്പോ കടലെ വിവാഹിക്കാൻ പറയും, പാറ തുറന്നു വരാൻ പറയും. കർത്താവേ, നീ അവനെ തെരഞ്ഞെടുത്തതല്ലേ, ആ വിക്കൊന്ന് മാറ്റാൻ മേലായിരുന്നോ? അവന്റെ തടിച്ച നാവൊന്ന് മാറ്റാൻ മേലായിരുന്നോ? കർത്താവ് പറഞ്ഞു, എടാ, ഞാൻ അവന്റെ ബലഹീനതയല്ല മാറ്റിയത്, അവന്റെ നാക്കിന്റെ ഉളുക്കല്ല ഞാൻ മാറ്റിയത്, അവന്റെ തലയുടെ കാഴ്ചപ്പാടാണ് ഞാൻ മാറ്റിയത്. ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നിന്റെ നിറമൊന്നും മാറത്തില്ല. ദൈവത്തെ ആരാധിച്ചത് കൊണ്ട് നിന്റെ സൗന്ദര്യം ഭയങ്കരമൊന്നും കൂടത്തില്ല. ദൈവത്തെ ആരാധിച്ചത് കൊണ്ട് നീ ഭയങ്കര സാഹചര്യങ്ങൾ മൊത്തത്തിലൊന്നും ചേഞ്ച് ആയെന്ന് വരത്തില്ല. പക്ഷെ നിന്റെ കാഴ്ചപ്പാട് ദൈവം മാറ്റിയിരിക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറയണേ. വിശ്വസിക്കുന്നവർ ആമേൻ പറയണം. നീ മിനിസ്ട്രി ചെയ്യുന്ന നാൾ വരെ മോശം നീ വിക്കനായിരിക്കും. പക്ഷെ ലോകത്തിലുള്ള മുഴുവൻ വിക്കന്മാർക്കും നീ ഒരു അത്ഭുതമായിരിക്കും. ലോകത്തിൽ ഫ്ലുവൻസിയായി സംസാരിക്കുന്ന എല്ലാ അച്ചാച്ചന്മാർക്കും നീ ഒരു അത്ഭുതമായിരിക്കും. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. വളരെ പവർഫുള്ളായി ഒഴുകിയ വാക്കുകൾ പറയുന്ന അച്ചാച്ചന്മാർക്കെല്ലാം മോശേ നീ ഒരു അത്ഭുതമായിരിക്കും. പണ്ഡിതന്മാർക്ക് നീ ഒരു അത്ഭുതമായിരിക്കും. അത്ഭുത വിദ്യകൾ ചെയ്യുന്നവർക്ക് നീ ഒരു അത്ഭുതമായിരിക്കും. അവരെല്ലാം നിന്നെ കുറിച്ചായിരിക്കും വീടിനകത്തിരുന്ന് സംസാരിക്കുന്നത്. അവന്റെ നാക്കിന് ഉളുക്കാണെങ്കിലോ അവന്റെ കാഴ്ചപ്പാട് വേറെയാകട്ടോ. ദൈവം ചിലരുടെ കൺസെപ്റ്റുകൾ മാറ്റുന്നു. ദൈവം ചിലരുടെ കാഴ്ചപ്പാടുകൾ മാറ്റുന്നു. ദൈവം ചിലരുടെ ചിന്താഗതികൾ മാറ്റുന്നു. ദൈവം ചിലരുടെ ഇടുങ്ങിയ അനുഭവങ്ങളെ പൊട്ടിക്കുന്നു. ദൈവത്തിന് ഉപയോഗിക്കാൻ തടസ്സമായി നിന്നെ കെട്ടിപ്പൊക്കിയ നിന്റെ കാഴ്ചപ്പാടുകൾ ഈ രാവിലെ ദൈവം പൊളിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചോ, അധരങ്ങളെ ചലിപ്പിച്ചോ, ഹൃദയം തുറന്നോ, ശക്തിയോടെ ഈ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഈ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഈ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഈ ദൈവത്തിന് മഹത്വം കൊടുക്ക്. യേശുവിൻ നാമത്തിൽ ഈ ദൈവത്തിന് മഹത്വം കൊടുക്ക്. എനിക്കൊരു നല്ല ചർച്ചില്ല, നല്ല സൗണ്ട് സിസ്റ്റം ഇല്ല, ക്യാമറ വീഡിയോ എടുക്കാൻ എനിക്ക് ആളില്ല, എനിക്ക് സാമ്പത്തികമില്ല. ഇതൊന്നും ഉപാധികളല്ല ദൈവമക്കളെ. നീ നിരത്തിയതല്ല, നിന്റെ ഇടുങ്ങിയ കാഴ്ചപ്പാടിനകത്ത് നിന്നോണ്ടാണ് നീ നിരത്തിയത്. കർത്താവ് പറയുന്നു, നിന്നെ ഞാൻ വിളിച്ചോ, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തോ. നീ ചേഞ്ച് ആകേണ്ടത് നിന്റെ കാഴ്ചപ്പാടിലേക്കല്ല, നീ എന്റെ കാഴ്ചപ്പാടിലേക്ക് ചേഞ്ച് ആകുക. ഇപ്പോഴും നീ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, ഇപ്പോഴും നീ ദൈവത്തെ പ്രസംഗിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഈ ദൈവത്തിന്റെ വലിപ്പം ഇതുവരെ നിനക്ക് ബോധ്യമായിട്ടില്ല. വിശ്വസിക്കുന്നവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഒന്നാമത്തെ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് ചിലരുടെ കാഴ്ചപ്പാട് പൊളിക്കുക.
മിസ്രയീമി കൊട്ടാരത്തിന്റെ അകത്ത് നിൽക്കുന്ന ഒരു പ്രജ വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, വലിയ ഗുണമൊന്നുമില്ലാത്ത, സംസാരിച്ചിട്ട് ശരിയാകാത്ത എന്തൊക്കെയോ പറയുന്നുണ്ട്, പറഞ്ഞിട്ട് ഞങ്ങൾക്കും മനസ്സിലാവുന്നില്ല. ഒരുത്തൻ കാണാൻ വന്നിട്ടുണ്ട്, കയറി വരാൻ പറഞ്ഞു. അവൻ കയറി ചെല്ലുമ്പോൾ അവിടെ അടക്കി ഭരിക്കുന്ന മിസ്രയീമിലെ ഫറവോ അവന്റെ മുമ്പിലൊന്നും ആരും നിന്ന് ഇതുവരെ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞിട്ടില്ല. അവന്റെ ആരാധ്യ അനുഭവങ്ങൾക്കെതിരെ ഒരുത്തനും ഇതുവരെ അവന്റെ നേരെ നിന്ന് വർത്താനം പറഞ്ഞിട്ടില്ല. പക്ഷെ കാഴ്ചപ്പാട് മാറാൻ തുടങ്ങിയപ്പോൾ ആ കാലഘട്ടത്തിലെ അധികാരിയെക്കാളും അധികാരം ദൈവത്തിനുണ്ടെന്നുള്ള, ആ ദൈവം എന്നെ അധികാരം അയപ്പിച്ചു എന്നുള്ള വിശ്വാസത്താൽ മോശ പറയുന്നത്, എന്റെ ജനത്തെ വിട്ടയക്കുക. ദൈവം നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റുകയാണ്. നിനക്ക് എന്ത് ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ ഇഷ്ടമാണ്. ബലഹീനതയല്ല, കാഴ്ചപ്പാടാ മാറേണ്ടത്. വിശ്വസിക്കുന്നവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ജെരമ്യാവെ വിളിച്ചു. ജെരമ്യാവെ വിളിച്ചപ്പോൾ ജെരമ്യാവ് പറഞ്ഞു, ഞാൻ ബാലനാ. ബാലൻ എന്ന് പറഞ്ഞാൽ 30 വയസ്സിൽ താഴെയുള്ള യഹൂദ പുരുഷന്മാർ പൊതുവെ പറയുന്നത് ബാലന്മാരായിട്ടാണ്. ഞാൻ ബാലനാ. കർത്താവ് പറഞ്ഞു, ആരാ നിന്നോട് ബാലനാന്ന് പറഞ്ഞു? നിന്റെ അപ്പൻ ഹിൽക്കിയ ഒരു മഹാപുരോഹിതനാ. നിന്റെ അപ്പന്റെ ആഗ്രഹം നീ ഒരു പുരോഹിതനാകണമെന്നോ. പക്ഷേ ഇസ്രായേലിനൊരു പ്രവാചകനായിട്ട് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. എനിക്ക് ആ ദൂത്, യെരമ്യാവോട് പറയുന്ന ദൂത് കേട്ടിട്ട് ഭയങ്കര ആനന്ദം തോന്നി. ബാലനാന്ന് പറഞ്ഞവനോട് കർത്താവ് പറഞ്ഞെന്നാന്ന് പറയും, ഇടിക്കാനും പൊളിക്കാനും നിർമ്മിക്കാനും പണിയാനോ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ബലഹീനത പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അടുത്തോട്ട് ചെന്നപ്പോ കർത്താവ് പറയുക, നീ ബാലനാണെങ്കിൽ നീ എന്താ പറയുന്നത്, ഒരു യൗവനക്കാരൻ ചെയ്യുന്നതിനേക്കാൾ ശക്തിയുള്ള കാര്യങ്ങൾ നീ ചെയ്യും. നീ ഒരു ബാലനാന്നുള്ള ബലഹീനതയല്ലേ പറഞ്ഞത്, ഒരു യോദ്ധാവ് ചെയ്യുന്ന കാര്യങ്ങൾ നീ ചെയ്യാൻ പോകുകയാ. ഒരൊറ്റ സെന്റൻസിനകത്ത് യെരമ്യാ പ്രവാചകന്റെ കൺസെപ്റ്റ് ദൈവം പൊളിച്ചു. നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. ഗിദെയോനെ സർവശക്തനായ ദൈവം വിളിച്ചപ്പോ ഗിദെയോൻ പറഞ്ഞത്, ഞാൻ ചെറിയവനും മനശ്ശയിൽ എന്റെ ഗോത്രം വളരെ ചെറുതുവാ. കർത്താവ് ചിരിച്ചോണ്ട് പറഞ്ഞു, നീ മിദ്യാന്യരെ, എനിക്ക് ആ ദൂത് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്, നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ കൊല്ലുന്നു. നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. നിന്റെ കൂടെ 1000, 10,000, 20,000, 40,000, 50,000 ഒന്നും വേണ്ട. നീ ചെറിയവനാന്നല്ലേ പറഞ്ഞത്. നീ നോയിക്കോ, നീ ഒരു സമൂഹത്തെ, മിദ്യാന്യ സമൂഹത്തെ നീ നശിപ്പിക്കാൻ നീ ഒറ്റ ഒരുത്തം മതി. ഏതെങ്കിലുമൊക്കെ ബലഹീനത പറഞ്ഞോണ്ട് രാവിലെ ഇരുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് അത് പൊട്ടിക്കുക. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കണം. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, പത്രോസ്, ആന്ത്രയോസ്, യോഹന്നാൻ ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, എന്റെ കൂടെ വന്നാൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. നന്നായിട്ട് ഹല്ലേലൂയ പറഞ്ഞ ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. എന്റെ കൂടെ വന്നാൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ശിഷ്യന്മാർക്ക് അത് ഉൾക്കൊള്ളാൻ പോലും പറ്റിയില്ല. കർത്താവ് ഇങ്ങനെ പറയാറ്, എന്റെ കൂടെ വന്നാൽ കൊമ്പസ്രാവിനെ പിടിക്കുന്നവരാക്കി ഞാൻ മാറ്റും. വല കയറുന്ന മീനേക്കാളും തിമിംഗലത്തെ പിടിക്കുന്നവരാക്കി ഞാൻ നിന്നെ മാറ്റുമെന്ന് പറഞ്ഞാൽ അവർ ആ ദൂത് കേട്ട് കൈയടിച്ച് തുള്ളിച്ചാടിയാണ്. കാര്യം അവരുമായിട്ട് റിലേറ്റഡ് ആയി കിടക്കുന്ന കാര്യമാണ് കർത്താവ് പറയുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞത് കൊമ്പസ്രാവിനെ പിടിക്കാനോ തിമിംഗലത്തെ പിടിക്കാനോ നിങ്ങളെ ആക്കുന്നല്ല, മനുഷ്യരെ പിടിക്കുന്നവരാക്കോ. അത് അവരുമായിട്ട് റിലേറ്റഡ് അല്ല, അവരുടെ തൊഴിലുമായിട്ട് റിലേറ്റഡ് അല്ല, അവരുടെ ജീവിത സാഹചര്യമായിട്ട് റിലേറ്റഡ് അല്ല. അവർ പഠിക്കാത്ത, അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കാര്യമാണ് കർത്താവിനോട് പറയുന്നത്. അത് അനായാസമായി ചെയ്യാൻ അവരെ കൊണ്ട് പറ്റത്തുമില്ല. പക്ഷെ ആ വിളി കേട്ടപ്പോ വലയും വള്ളവും
എല്ലാം വിട്ടിട്ട് കർത്താവിൻ്റെ കൂടെ അവർ കൂടി. 3.5 വർഷത്തെ ബൈബിൾ ക്ലാസ് കഴിഞ്ഞ് ഗ്രാജുവേഷൻ ഒലിവുമല വെച്ച് കിട്ടി. അടുത്ത മീറ്റിംഗിന് പുറത്തിറങ്ങി ആദ്യത്തെ പ്രസംഗത്തിൽ 3000 പേര് വലയ്ക്കകത്ത്, 5000 പേര് അടുത്ത പ്രസംഗത്തിൽ. ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ശക്തമായി നമ്മോട് ഇടപെടുന്നു. കാഴ്ചപ്പാടുകൾ മാറാതെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ കഴിയത്തില്ല. യേശുഭൂമിയിലെ ഐഹിക ശുശ്രൂഷയ്ക്കകത്ത് തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് തെളിയിച്ചു തന്നു. ഒരു നോർമൽ കാഴ്ചപ്പാടിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അസാധാരണമായ ഒരു ശുശ്രൂഷകനാകാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ദൈവം ആഗ്രഹിച്ച ഒരു കാലഘട്ടത്തിൻ്റെ പ്രവാചകനാകാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയുടെ ശക്തമായ പ്രതലങ്ങളിലേക്ക് നിങ്ങൾക്ക് ഓടിക്കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് കാഴ്ചപ്പാടുകൾ ഇന്ന് രാവിലെ ചേഞ്ച് ആകട്ടെ എന്ന് പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നു. കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാൻ കഴിയുന്നവർ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകൾ അടച്ചാട്ടെ. നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ, ഇരിക്കുന്ന സ്ഥലത്തിരുന്നുണ്ട് ഒരു നിമിഷം കർത്താവിനോട് പറഞ്ഞാട്ടെ, എന്നെ ചേഞ്ച് ചെയ്യാൻ നിനക്ക് പറ്റും. എൻ്റെ കാഴ്ചപ്പാടുകൾ ചേഞ്ച് ചെയ്യണമേ. എന്നെ ഉപയോഗിക്കാൻ തടസ്സമായി കിടക്കുന്ന എൻ്റെ ബാലിശമായ ജന്മനാൽ കിട്ടിയ, എൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് കിട്ടിയ, എൻ്റെ സൗഹൃദ ബന്ധങ്ങളിൽ നിന്ന് കിട്ടിയ, എൻ്റെ ഇടുങ്ങിയ സാധ്യതയില്ലാത്ത അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ ഇടുങ്ങിയ കാഴ്ചപ്പാടുകൾ പരിശുദ്ധാത്മാവായ ദൈവമേ ഈ രാവിലെ പൊളിച്ചു മാറ്റണമേ. പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. എന്താ നിങ്ങൾ വീട്ടിനകത്തിരിക്കുമ്പോൾ പോസിറ്റീവ് കാര്യങ്ങളെ കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ അതരത്തിൽ വരുന്നത്? ഇനി അത് ശരിയാകാൻ പോകുന്നില്ല, ഇനി ഒരു വഴി തുറക്കാൻ പോകുന്നില്ല, ഇനി ആ കാര്യം പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, ഇല്ല എനിക്ക് തോന്നുന്നില്ല എനിക്കൊരു വഴി തുറക്കും, എനിക്കൊരു ഉയർച്ച ഉണ്ടാകത്തില്ല, എനിക്കൊരു നല്ല കാലം ഉണ്ടാകത്തില്ല, എൻ്റെ കടഭാരം മാറത്തില്ല. പറയുന്ന വാക്കുകളിലെല്ലാം ചിലർക്ക് നിരാശയും നെഗറ്റീവുമാണ്. എന്താ ദൈവമക്കളെ, നിന്റെ കാഴ്ചപ്പാട് നിന്നെ കൊണ്ടത് പറയിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് രാവിലെ ഈ ഒരു വചനത്തിൻ്റെ മുമ്പാകെ നീ വിധേയപ്പെടാൻ തയ്യാറായാൽ ഇന്നു മുതൽ നിന്റെ അധരം നിരാശയുടെ വാക്കുകളായിരിക്കത്തില്ല പറയുന്നത്, സങ്കടങ്ങളുടെ വാക്കുകളായിരിക്കത്തില്ല പറയുന്നത്. നീ അതിനെ പൊട്ടിക്കുന്ന വാക്കുകൾ പറയാൻ തുടങ്ങും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, സൈന്യത്തിൻ്റെ നേരെ ഞാൻ ഒറ്റയ്ക്ക് പാഞ്ഞു ചെല്ലും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഈ ഒരു ചിന്താഗതിയിലേക്ക് പരിശുദ്ധാത്മാവ് ചിലരുടെ കാഴ്ചപ്പാട് മാറ്റും. സാധ്യമെന്നു ഞാൻ കരുതിയ അന്നാളിലവനെ നോടു ചൊല്ലി, അസാധ്യമെന്നു ഞാൻ കരുതിയ അന്നാളിലവനോടു ചൊല്ലി, മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട്
സന്തോഷം അവനൻ ബലം. പാരിതിൽ പാർക്കുന്നാൾ അവനൻ ബലം. കർത്താവിൻ സന്തോഷം അവനൻ ബലം. പാരിതിൽ പാർക്കുന്നാൾ അവനൻ ബലം. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവ്വവുമേ. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും അവനെന്റെ സർവ്വവുമേ. Thanks for watching. A like would be appreciated. And don't forget to subscribe.